ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് 5:20 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. നേരത്തെ എണീക്കുന്നുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഷെൻഫീറിനാക്കാൻ പോകുന്ന ദിവസം മാത്രമേ നമുക്ക് ഇത് ഈ സമയത്ത് ഇറങ്ങാൻ പറ്റാറുള്ളൂ. നമുക്കൊരു ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. 4 കിലോമീറ്ററാണ് പിക്കപ്പ് ഉണ്ടായത്. 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായി. ആ ഫ്രണ്ടിൽ കാണുന്ന വളവ് ഇരുന്ന ലൊക്കേഷൻ എത്തി. 50 മീറ്റർ കൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആ കസ്റ്റമർ എന്തോ കാരണവശാൽ ക്യാൻസലാക്കി. നമുക്കതുകൊണ്ട് 60 രൂപ ക്യാൻസലേഷൻ ഫീ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ആ വെളിച്ചം കാണുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് വെച്ചാൽ. എന്തായാലും ഇപ്പോൾ ഒരു ക്യാൻസൽ ചെയ്ത് നമുക്കിനി തിരിച്ചു പോകാം. നമ്മളങ്ങനെ തിരിച്ച് പൂക്കാട്ടോടി എത്തിയപ്പോൾ ഒരു ചായയും 2 പത്തിരിയും കഴിച്ചിട്ടോ. നമുക്കിങ്ങനെ റിസർവേഷൻ ട്രിപ്പുകൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ എടുത്തിടാം, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിക്കാം, അപ്പോൾ അതെടുത്തിട്ട് ഓടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടോ. പൂക്കാട്ടോടിയിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു ഫെയറും കിട്ടി കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിന് 245 പിന്നെ ക്യാൻസലേഷൻ ട്രിപ്പിന് 60 രൂപയായിട്ട് നമുക്കിപ്പോൾ 305 രൂപ ഏണിങ്സ് ആയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അമൃത നഗറിൽ നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രിപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല. പിന്നെ അങ്ങനെ ട്രിപ്പ് കിട്ടാണ്ടായപ്പോൾ ഞാൻ പയ്യെ വൈറ്റിലയിലേക്ക് പോകുന്നു. വൈറ്റിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വൈറ്റിലയിൽ നിന്ന് നമുക്ക് തോപ്പുംപടിയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടോ. ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ MJ ഹോസ്പിറ്റലുണ്ട് എടപ്പള്ളി, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. അപ്പോൾ വിശന്ന് തുടങ്ങി. നമുക്കിനി ഫുഡ് കഴിക്കണം. CNG അടിക്കണം വണ്ടിയിൽ. CNG ഇല്ല, കഴിഞ്ഞ്. അപ്പോൾ അളിയൻ എടപ്പള്ളിയിലുണ്ട്. അപ്പോൾ ആളുടെ അടുത്തോട്ട് പോയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്നായിരുന്നു. പത്തടിപ്പാലത്തുള്ള PWD ക്യാൻറ്റീനാണ് നമ്മൾ ഊണ് കഴിച്ചത്. നല്ല ഊണായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ചാള അയിലയും കോഴിയൊക്കെ ഉണ്ടായി, അതും മേടിച്ച് കഴിച്ചിട്ടോ. CNG എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടും ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. കുറേ നേരമായിട്ട് വെയിറ്റ് തന്നെയാണ്. അങ്ങനെ ലുലുവിൽ കയറിയ ട്രിപ്പ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ലുലുവിൻ്റെ അകത്തോട്ട് കയറിയേക്കണേണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയ എയർപോർട്ട് അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. ഇത് കൊടുക്കാനും പറ്റിയിട്ടില്ല. അവസാനം ലുലുവിൻ്റെ അകത്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടേ. ഞാനിപ്പോൾ ഉള്ളത് എടവനക്കാടാണ് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ട്. ഉച്ചക്കും രാവിലെയൊക്കെ ട്രിപ്പ് ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത കാരണം സർജ് ഓണായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും സർജില്ല. എറണാകുളത്താണ് ഫുൾ സർജ് കിടക്കുന്നത്. അങ്ങനെ എറണാകുളത്ത് എത്തിയിട്ട്, എറണാകുളത്താണെങ്കിൽ നല്ല കട്ട ബ്ലോക്ക്, ഒരു രക്ഷയില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ മനുഷ്യന് വണ്ടി ഓടിച്ച് മതിയായി. നമ്മളിപ്പോൾ വർക്ക് നിർത്തിയിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണിയായിട്ടേ ഉള്ളൂ. നേരത്തെ നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ബ്ലോക്കാണ്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ നമുക്ക് കാക്കനാടേക്ക് ഒരു ട്രിപ്പ് കിട്ടിയപ്പോഴത്തേക്കും അതെടുത്ത് അവരെ ഡ്രോപ്പ് ചെയ്തു. അതിന് ഓഫ് ചെയ്തപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ട്രിപ്പ് നമുക്കൊരു ആവറേജ് ആയിരുന്നു. നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ കുറച്ച് ശോകമായിരുന്നു, ഉച്ചക്കും ശോകമായിരുന്നു, വൈകുന്നേരം കുഴപ്പമുണ്ടായില്ല. അപ്പോഴത്തേക്കും മഴയും ബ്ലോക്കും എല്ലാം കൂടി ആയി. പിന്നെ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.